സെക്രട്ടേറിയറ്റ് ഉപരോധം രാഷ്ട്രീയമായി ഇടതുമുന്നണിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ്. പതിവ് പോലെ ആശാപ്രവർത്തകരെ അവഹേളിച്ച് സമരത്തെ വിലകുറച്ച് കാണിക്കാനായിരുന്നു ഇന്നും CPM നേതാക്കളുടെ ശ്രമം. അതേസമയം ആശമാരുടെ വേതനത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷം നടത്തിയ കള്ളപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കി. സമരവേദിയിൽ നേരിട്ടെത്തിയ K. സുരേന്ദ്രന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. തിരുവനന്തപുരത്ത് BJP നേതൃയോഗത്തിനിടെയാണ് ആശാവർക്കർമാരുടെ സമരവേദിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ K. സുരേന്ദ്രൻ എത്തിയത്. ആശാ സമരത്തോടുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും സമീപനം തുറന്നുകാട്ടിയ BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ കയ്യടിയോടെയാണ് ആശമാർ സ്വീകരിച്ചത്. ഡൽഹി പോയിട്ട് BJPയുടെ മന്ത്രിമാരെ എല്ലാം സൂചിപ്പിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് കേന്ദ്ര വിരുദ്ധ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം SUCയെയും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് സമരത്തിന് പിന്നിലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിൻ്റെ പ്രശ്നം. ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുണ്ട്. SUCI, ജമാഅത്തെ ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ അവരെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. അല്ലാണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത്? ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ അവർ തന്നെ വിചാരിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. സമരത്തിന് പിന്നിലുള്ളവർക്ക് വേറെ താല്പര്യമാണ്, അത് ആശമാരുടെ താല്പര്യമല്ലെന്നും TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. അപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളത് അവർക്ക് തന്നെ തോന്നണം. അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഇതിന്റെ പിറകിൽ നയിക്കുന്നവർ വേറെ ആരൊക്കെയാണ്, അതിൽ ആശമാരുടെ താല്പര്യമല്ല. ആശമാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്തത് കേരളത്തിന് അപമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമരം ചെയ്യുന്നത് തെറ്റായി കാണുന്നത് നമ്മൾ ഒരു തൊഴിലാളി വർഗ സമീപനത്തിൽ നിന്ന് നമ്മളൊരു മുതലാളിത്ത സമീപനത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ്. മുതലാളി ആർക്കാ സമരം ചെയ്യാൻ ഇഷ്ടമില്ലാത്തത്? മുതലാളിമാർക്ക് പണ്ട് പോലെ ഇപ്പോഴല്ല, നൂറ്റാണ്ടുകളായി അങ്ങനെയാണ്. തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുതലാളിമാരാണ് പറയാറ്. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം.